എന്താണ് ഈ 20 നിർദ്ദേശങ്ങൾ ട്രംപ് മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് നോക്കാം. അനീഷ പവാർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരും. ഗസ യുദ്ധവിരാമത്തിനായി US 21 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനെ ഇസ്രായേൽ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും ആ 21 നിർദ്ദേശങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഗസ നിരായുധീകരണമാണ് ആദ്യത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. അതായത് ഗസയിലുള്ള ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കും. ഒപ്പം തന്നെ അത് ലക്ഷ്യമിടുന്നത് അയൽ രാജ്യമായ ഇസ്രായേലിന്റെ സുരക്ഷ തന്നെയാണ്. ഭാവിയിൽ അവർക്കൊരു ആശയക്കുഴപ്പമോ ആശങ്കയോ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്ന ആദ്യ നിർദ്ദേശം തന്നെ US മുന്നോട്ട് വെച്ചിട്ടുള്ളത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഗസയിൽ ഇടക്കാല ഭരണ സംവിധാനം ഏർപ്പെടുത്തും എന്നുള്ളതാണ്. അത് US പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലാകും. നേരത്തെ സൂചനകൾ വന്നതുപോലെ തന്നെ ടോണി ബ്ലെയറും സമിതിയിൽ ഉണ്ടാകും. അദ്ദേഹം ഒരു പ്രധാന ചുമതല ഈ സമിതിയിൽ വഹിക്കും എന്നാണ് സൂചനകളുള്ളത്. ഒപ്പം തന്നെ ഹമാസിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇനി ഗസയിലോ ഫലസ്തീനിലോ ഉണ്ടാകില്ല എന്നുകൂടി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയാണ്. മൂന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് അത് ഗസയുടെ പുനരധിവാസമാണ്, പുനരുദ്ധാനമാണ്, പുനർനിർമ്മാണം. അതായത് ഇപ്പോൾ ഗസയിലെ ഓരോ ദിവസവും വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. കെട്ടിടങ്ങളില്ല, സുരക്ഷിതമായി 1 ഇഞ്ച് ഭൂമി പോലും ഗസയിൽ ഇനി ബാക്കിയില്ല എന്നാണ് UN ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗസയുടെ പുനർനിർമ്മാണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകമായ ഒരു സാമ്പത്തിക പ്ലാൻ ഗസയ്ക്ക് വേണ്ടി തയ്യാറാക്കും. അതിന്റെ നിക്ഷേപവും ഗസയിലുള്ള ആളുകൾക്ക് തൊഴിലും ഉറപ്പാക്കുമെന്ന് കൂടി ട്രംപ് പ്രഖ്യാപിക്കുന്നു. അടുത്തത് യുദ്ധവിരാമമാണ്. ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പടിപടിയായി മാത്രമേ പിൻവാങ്ങുകയുള്ളൂ. ആദ്യം ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കും. അതിനുശേഷം ഗസയിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തെ ഘട്ടം ഘട്ടമായി ഗസയിൽ നിന്ന് മാറ്റും. അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടാണ്. ബന്ദിമോചനം എന്ന് പറയുമ്പോൾ ഈ കരാർ ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ആ അംഗീകരിച്ചതിന് ശേഷം 72 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലിന്റെ എല്ലാ ബന്ദികളെയും വിട്ടു നൽകണമെന്നാണ് മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. അതിനെ ഹമാസ് എന്ത് നിലപാടാണ് ഇതിൽ സ്വീകരിക്കുക എന്നറിയേണ്ടതുണ്ട്. അതിൽ തന്നെ ഈ ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചതിന് ശേഷമായിരിക്കും ഫലസ്തീൻ ബന്ദികളുടെ മോചനം, ഫലസ്തീൻ തടവുകാരുടെ മോചനം അടുത്ത ഘട്ടത്തിലെ നടക്കുകയുള്ളൂ. അതായത് ഈ ഇസ്രായേൽ ബന്ദികളെല്ലാം തന്നെ തിരിച്ച് നാട്ടിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കും 1700 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക. അടുത്ത പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ ഹമാസ് അംഗങ്ങൾക്കും പൊതുമാപ്പ് നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. അതിൽ തന്നെ ഗസയിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടെ തന്നെ തുടരാം. പക്ഷേ ഒരു കാരണവശാലും അവരെ ഗസയിൽ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഒപ്പം തന്നെ അവർക്ക് സുരക്ഷിതമായ ഒരു പാത കൂടി ഒരുക്കും എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്കറിയാം ഗസയിൽ പട്ടിണിയുടെ വക്കിലാണ്, അല്ലെങ്കിൽ പട്ടിണി മൂലം ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആവശ്യത്തിന് ഭക്ഷണമോ കുടിവെള്ളമോ ഒന്നും ലഭിക്കാതെ കുഞ്ഞുങ്ങളടക്കം മരണപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗസയിലെ ഭക്ഷ്യ ആരോഗ്യ സഹായം പുനരാരംഭിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പ്രതിദിനം 600 ട്രക്കുകൾ ആദ്യഘട്ടത്തിൽ ഗസയിലേക്ക് പറഞ്ഞുവിടുമെന്നാണ് ട്രംപ് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സഹായ വിതരണത്തിന് നേതൃത്വം നൽകുന്നത് UN ഒപ്പം തന്നെ റെഡ് ക്രസന്റുമായിരിക്കും. ഒപ്പം തന്നെ റഫ അതിർത്തി അടച്ചിട്ടിരിക്കുകയാണ്. ഗസയിലേക്ക് ഭക്ഷണമോ മറ്റ് സാധനങ്ങളോ ഒന്നും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ റഫ അതിർത്തി ഇരുഭാഗത്തേക്കും തുറന്നു നൽകും എന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അറബ് രാജ്യങ്ങളുമായി സഹകരിച്ചുകൊണ്ടായിരിക്കും നടത്തുക. കാരണം എന്ന് പറയുന്നത് ഈ അറബ് രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഈ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി US ആവശ്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഖത്തർ പ്രധാനമന്ത്രിയോട് വിളിച്ച് മാപ്പ് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ കൂടി ഈ കരാർ നടപ്പിലാക്കുമ്പോൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ കൂടി ഈ വിഷയത്തിൽ പ്രധാന പങ്ക് വഹിക്കാനാകും, അല്ലെങ്കിൽ അവർക്ക് കൂടി പരിഗണന നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അജിംസ്. ശരി, അനീഷ പവറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.